ഹലോ, എല്ലാവർക്കും പുതിയൊരു വീട്ടിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്കൊരു ഷൂട്ട് ഉണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ റെഡി ആവാൻ പോവാണ്. കുറേ ആളുകൾ പാർട്ടി മേക്കപ്പിൻ്റെ ഒരു വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പാർട്ടി മേക്കപ്പ് ലുക്കാണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും വാച്ച് ചെയ്യാം. ഫസ്റ്റ് ഞാനിതാ ലെൻസ് കാർട്ടിൻ്റെ മിസ്റ്ററി ഗ്രേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കളർഡ് ലെൻസാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഫാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് ഞാൻ ഉറക്കി സംസാരിക്കുന്നില്ല, എന്നുണ്ടെങ്കിൽ ഫുൾ ഫാനിൻ്റെ സൗണ്ടായി പോകും. ഈ ഷെയ്ഡാണ് നമ്മൾ ഇടുന്നത് കേട്ടോ. അപ്പോൾ ലെൻസ് ഇടുന്നതിന് മുമ്പ് നന്നായിട്ട് കൈ വാഷ് ചെയ്യുക. ഇല്ലയെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും, ഇറിറ്റേഷൻ വരും. ചെറിയ ടെസ്റ്റ് ഉണ്ടായാൽ മതി. ഞാൻ ഓൾറെഡി കൈയൊക്കെ വാഷ് ചെയ്തു. അപ്പം ഞാൻ ലെൻസ് ഇടാൻ പോവാണ് കേട്ടോ. ലെൻസ് എങ്ങനെ ഇടാം, എങ്ങനെ ഈസി ആയിട്ട് ഇടാം എന്നുള്ള വീഡിയോ ഞാൻ അടുത്തതായിട്ട് ഇടാം, സെപ്പറേറ്റ് ഇടാം കേട്ടോ. ഇനി ഞാനൊരു ഐ ഡ്രോപ്സ് യൂസ് ചെയ്യാൻ പോവാണ്. ഇതൊരു ലെൻസ് കാർട്ടിൻ്റെ തന്നെയാണ്. എന്തെങ്കിലും ടെസ്റ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് പോവാൻ ഇതുകൂടെ ഹെൽപ്പ് ചെയ്യും, നമ്മളൊരു ഐ ഡ്രോപ്സ് യൂസ് ചെയ്യുന്നത്. ശേഷം നമ്മൾ ഫസ്റ്റ് ഐ മേക്കപ്പാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഇവിടെ രണ്ട് കൺസീലർ എടുക്കുന്നുണ്ട്. മേബ്ലിൻ്റെ ആണ് കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് 10ഉം 25 ആണ്. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഇടാൻ പോകുന്നത് കേട്ടോ. സ്കിൻ കെയർ ഒക്കെ ഓൾറെഡി ഞാൻ ചെയ്ത് കഴിഞ്ഞു, അതുകൊണ്ട് തന്നെ അതൊന്നും ഇനി ചെയ്യണ്ട. ദെൻ ഞാനിവിടെ ഹുദയുടെ പൗഡർ വെച്ചിട്ട് അതൊന്ന് ബേക്ക് ചെയ്യാൻ പോവാണ്. നമ്മൾ ആർക്കെങ്കിലും ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവരോട് കണ്ണടച്ചിരിക്കാൻ പറയാം. അപ്പോൾ ഈ ലൈൻസ് ഒന്നും നീയത്തില്ല കേട്ടോ. നമുക്ക് ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. റെവല്യൂഷൻ്റെ ഐ ഷാഡോ പാലറ്റാണ് എടുത്തിട്ടുള്ളത്. ഇതെൻ്റെ ഫേവറേറ്റ് കണ്ണാണ് കേട്ടോ. അത് ഞാൻ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഇവിടേക്ക് ഒരു കുഴിയായി രൂപപ്പെട്ടിട്ടുണ്ട്. വലിയ ഐ മേക്കപ്പ് ഒന്നും ചെയ്യുന്നില്ല, ഒരു സിമ്പിൾ പരിപാടി അതാണ്. ഓക്കെ, ഈ ഷെയ്ഡായിട്ട് കൊടുക്കാൻ പോകുന്ന സ്വീറ്റ് ഹാർട്ട്. അതിന് ശേഷം ഈ ഒരു ഡാർക്ക് ഷെയ്ഡ് വെച്ചിട്ട് നമ്മൾ ക്രീസ് ലൈനിൻ്റെ അടിയിലായിട്ട് ചെയ്യാൻ പോവാം കേട്ടോ. ചെറിയൊരു സ്മോക്കി പോലെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ലൈനർ ഏരിയയിൽ അവിടെ ഒരു ബ്രൗൺ ഷെയ്ഡ് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ അതെടുക്കാൻ പോകുന്നത് എൻ്റെ ഐബ്രോ പാലറ്റിൽ നിന്നാണ്. അതിനായിട്ട് ഇവിടെ PSCയുടെ ഐബ്രോ പാലറ്റാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൽ ഒരുപാട് ബ്രൗൺ ഷെയ്ഡ്സ് ഉണ്ട്. ഇതിൽ കണ്ടോ, ഡാർക്ക് ബ്ലാക്ക് ഉണ്ട്, ദെൻ ബ്രൗൺ ഉണ്ട്, ലൈറ്റ് ബ്രൗൺ ഉണ്ട്, അങ്ങനെ. അപ്പോൾ ഞാനതിൽ ബ്രൗൺ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്യുന്നുണ്ട്. ദെൻ ഒരു കുഞ്ഞു ഗ്ലിറ്റർ മാത്രം കൊടുക്കാൻ പോവാണ്. കാരണം നമ്മൾ ഔട്ട്ഫിറ്റൊക്കെ ഭയങ്കര പ്ലെയിൻ ആയിട്ടുള്ള ഔട്ട്ഫിറ്റാട്ടോ. അപ്പോൾ ഞാനൊക്കെ ചെയ്തിടും, അങ്ങനെയൊന്നുമില്ല. എങ്ങനത്തെ ഒരു ഗ്ലിറ്റർ ഷെയ്ഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതെടുത്ത് ഇടുക, അത്രയേ ഉള്ളൂ. അങ്ങനെ ഞാനിതിൽ കെമിസ്ട്രിയാണ് ഇടാൻ പോകുന്നത് കേട്ടോ. കുറച്ചിട്ടാൽ മതി, ഇടണമൊന്നുമില്ല. എനിക്കിഷ്ടമാണ് കണ്ണ് സൂപ്പറായി കാണാൻ. ഞാനിതാ ചെറിയ ഗ്ലിറ്ററൊക്കെ കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മളെ ഐ മേക്കപ്പ്. ഇനി നമുക്ക് ഫേസ് മേക്കപ്പിലോട്ട് കിടക്കാം. മാക്കിൻ്റെ സ്റ്റോപ്പ് ക്രീം എടുക്കുന്നത് കേട്ടോ. ഇത് നമുക്ക് നമ്മുടെ സ്കിന്നൊന്ന് ഹൈഡ്രേറ്റ് ആക്കി വെക്കും, പിന്നെ ഒരു ഗ്ലോയി ഫിനിഷൊക്കെ തരാനും
ഫേസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനും ഒക്കെ നല്ലതാണ്. ഇതൊരു മോയ്സ്ചറൈസറുമാണ്, പിന്നെ അതുപോലെ തന്നെ ഒരു പ്രൈമറുമാണ്. രണ്ടായിട്ടും യൂസ് ചെയ്യാം. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് മോയ്സ്ചറൈസറായിട്ടാട്ടോ. എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. പ്രൈമറിനായിട്ട് നമ്മൾ ബെനഫിറ്റിൻ്റെ പ്രൊഫഷണൽ പ്രൈമറാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇത് ഒരു സൂപ്പർ പ്രൈമറാണ്. ഞാൻ കൂടുതൽ ഇത് തന്നെയാണ് യൂസ് ചെയ്യാറ്. അതായത് നമ്മൾ ഫേസിലുള്ള പോസൊക്കെ നന്നായിട്ട് മിനിമൈസ് ചെയ്ത് അടിപൊളിയായിട്ട് ഹെൽപ്പ് ചെയ്യും. കുറച്ച് എക്സ്പെൻസീവ് ആണെന്നുണ്ടെങ്കിലും ഇത് കൊടുക്കുന്ന പൈസക്ക് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് പോസുള്ള ഏരിയയിലൊക്കെ നമ്മളിത് ഇടാൻ പോവാണ്. ആവശ്യത്തിന് എടുത്താൽ മതി. എന്നിട്ട് ഞാൻ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. ശേഷം ഞാനിവിടെ ഡെർമയുടെ പാലറ്റ് വെച്ചിട്ട് ഒന്ന് കൺസീൽ ചെയ്യാൻ പോവാണ്. ഓറഞ്ച് കളർ എടുത്തിട്ട് എൻ്റെ ഫേസിൽ ഡാർക്കായിട്ടുള്ള സ്ഥലത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരുപാട് പിമ്പിൾസ് വരുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ മാർക്സ് ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്യണം. പിന്നെ നല്ലപോലെ ഉറങ്ങാത്തതുകൊണ്ട് ചെറിയ രീതിയിൽ ഡാർക്ക് സർക്കിളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് ഹൈഡ് ചെയ്യണം. പ്രശ്നങ്ങളാണ് മൊത്തം ഫേസിൽ, അത് മനസ്സിലായല്ലോ അല്ലേ? പക്ഷെ എല്ലാത്തിനുള്ള സൊല്യൂഷൻസും നമ്മുടെ കയ്യിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ദെൻ ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞാലും അതിന് പുറമേ ഇതിങ്ങനെ എടുത്ത് കാണിക്കും. അപ്പോൾ അതിന് അവസരം കൊടുക്കരുത്. നിങ്ങൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് സെറ്റാക്കുക. ശേഷം ഞാനിവിടെ ഫോറെവറിൻ്റെ ഫൗണ്ടേഷനാണ് എടുക്കാൻ പോകുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല കവറേജ് ഉള്ള അഫോർഡബിൾ ആയിട്ടുള്ളൊരു ഫൗണ്ടേഷനാണ് ഫോറെവറിൻ്റെ ഫൗണ്ടേഷന്. എപ്പോഴും നെക്കും കവർ ചെയ്യാൻ നോക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഫേസ് ഒരു കളറ്, നെക്കൊരു കളറ്, അങ്ങനെയൊക്കെ ആവും. പറ്റുകയാണെങ്കിൽ ബ്രൈഡ്സ് ഒക്കെ ആണെങ്കിൽ കയ്യിലും ചെയ്ത് കൊടുക്കുക. കയ്യിൽ, ബാക്ക്, നെക്കിൽ അതൊക്കെ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാം രണ്ട് കളറായി പോവും. ഇനി നമുക്ക് ബ്ലെൻഡിങ് ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാം. എൻ്റെ അടുത്ത് 2 ബ്ലെൻഡിങ് ബ്രഷ് ഉണ്ട്. എനിക്കിതാണ് ഇഷ്ടം. ഇത് PSC തന്നെ, മറ്റേത് സിസ്ക്യൂട്ടിയുടെയാണ്. ഇത് സൂപ്പറാട്ടോ ബ്രഷ്. നമ്മൾ വാങ്ങുന്ന ബ്രഷിലും കാര്യമുണ്ട്. എത്രത്തോളം ബ്ലെൻഡ് ചെയ്യുന്നോ അത്രത്തോളം മേക്കപ്പ് സൂപ്പറാവും. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഇവിടെ എന്തോ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാത്ത ആൾക്ക് തോന്നും. പക്ഷെ നിങ്ങൾ സ്ഥിരമായിട്ട് മേക്കപ്പ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. ചെവിയൊക്കെ ചെയ്യണം. അപ്പോൾ എക്സ്ട്രാ പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു സ്പോഞ്ച് എടുത്തിട്ട് ജസ്റ്റ് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എക്സ്ട്രാ പ്രൊഡക്റ്റ് വരും, കേക്ക് ആവത്തില്ല. ഇനി നമ്മൾ ഡെർമയുടെ പാലറ്റ് വെച്ചിട്ട് തന്നെ കോണ്ടോർ ചെയ്യാൻ പോവാം കേട്ടോ. നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുന്ന സമയത്ത് ഇത് വെച്ചിട്ടാണ് നമുക്കൊരു കംപ്ലീറ്റ് മേക്കപ്പ് ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോഴും ഇതിന് അഡിക്റ്റഡാണ്. എനിക്ക് ഇഷ്ടമാട്ടോ ഇത്. കാരണം ഇത് അത്യാവശ്യം നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യും. നമ്മൾ ഇന്ത്യൻ ക്ലൈമറ്റിന് ഇത് വെച്ച് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ എന്താ പറയുക, ഭയങ്കര സ്വെറ്റായി ഒലിച്ച് പോകത്തില്ല മേക്കപ്പ്. ഇത് സെറ്റായിട്ട് നിൽക്കും. ഇത് നന്നായിട്ട് ഉപയോഗിക്കാൻ അറിയുന്ന ആളുകൾക്ക് ഇത് സൂപ്പറായിട്ട് വർക്കാവും കേട്ടോ. അപ്പോൾ നമ്മൾ കോണ്ടോർ ചെയ്യാൻ പോവാണ്. ഒരു ഡാർക്ക് ഷെയ്ഡ് എടുത്തിട്ട് നമ്മൾ നോസാണ് ഫസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഐബ്രോസിൻ്റെ ഇവിടുന്ന് 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ലെയർ 11 ലെയർ 12 ലെയർ 13 ലെയർ 14 ലെയർ 15 ലെയർ 16 ലെയർ 17 ലെയർ 18 ലെയർ 19 ലെയർ 20 ലെയർ 21 ലെയർ 22 ലെയർ 23 ലെയർ 24 ലെയർ 25 ലെയർ 26 ലെയർ 27 ലെയർ 28 ലെയർ 29 ലെയർ 30 ലെയർ 31 ലെയർ 32 ലെയർ 33 ലെയർ 34 ലെയർ 35 ലെയർ 36 ലെയർ 37 ലെയർ 38 ലെയർ 39 ലെയർ 40 ലെയർ 41 ലെയർ 42 ലെയർ 43 ലെയർ 44 ലെയർ 45 ലെയർ 46 ലെയർ 47 ലെയർ 48 ലെയർ 49 ലെയർ 50 ലെയർ 51 ലെയർ 52 ലെയർ 53 ലെയർ 54 ലെയർ 55 ലെയർ 56 ലെയർ 57 ലെയർ
സ്ട്രേറ്റ് ആയിട്ട് ഒരു വര. പിന്നെ നെറ്റി അത്യാവശ്യമുള്ള ആളുകൾക്ക് നെറ്റി ചെയ്യാം. ഓക്കെ, എന്നിട്ട് അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിന് നല്ലൊരു ഷേപ്പ് കിട്ടും. ഇങ്ങനെ എന്താ പറയുക, ഫുൾ ഫൗണ്ടേഷൻ മാത്രമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വൈറ്റ് പേപ്പർ പോലെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ നോക്കുക. ഇങ്ങനെ വലിയ മുഖമൊക്കെ ഉള്ള ആളുകൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ മുഖമായിട്ട് തോന്നും. വട്ടമുഖത്തിലുള്ള ആളുകൾക്ക് നീണ്ട മുഖമായിട്ട് തോന്നും. ഈ നോസൊക്കെ ചെറുതായിട്ട് തോന്നിക്കാനൊക്കെ ഇങ്ങനെ കോണ്ടോർ ചെയ്യണത് നല്ലതാണ്. നാർസിൻ്റെ ബ്ലഷാണ് യൂസ് ചെയ്യുന്നത്. ഈ നാർസ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്കെൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവർ കൊണ്ടുവന്നതാണ് ഈ നാർസിൻ്റെ ഫൗണ്ടേഷനും അതുപോലെ തന്നെ ബ്ലഷൊക്കെ. ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുവാണ്. നമ്മളെപ്പോഴും ലിക്വിഡ് പ്രോഡക്ട്സ് ഇട്ടതിന് ശേഷം മാത്രം പൗഡർ പ്രോഡക്ട്സ് ഇടുക. അതുപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഫേസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ഈ കൺസീലർ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. നിങ്ങൾ വേറെ ആർക്കെങ്കിലും ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കണ്ണടിയിലൊക്കെ ചെയ്യുമ്പോൾ മുകളിലോട്ട് നോക്കാൻ പറയാം. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ലൈൻസ് ചെയ്യും. പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ എനിക്കത് പറ്റത്തില്ലല്ലോ, പോസിബിൾ അല്ലല്ലോ. നമ്മുടെ ഹുദയുടെ സെറ്റിംഗ് പൗഡർ വെച്ചിട്ട് ബേക്ക് ചെയ്യാൻ പോവാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ക്രീസ് ലൈൻ ഒന്നും വീഴത്തില്ല. ഇത് ബനാന ബ്രെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ, ഇപ്പോൾ ബെനഫിറ്റിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ക്യാഷിന് നന്നായിട്ട് വർക്ക് ചെയ്യും. എൻ്റെ ഫേവറേറ്റ് ബ്രാൻഡാണ്. ഇങ്ങനെ ഫൗണ്ടേഷൻസും സൂപ്പറാട്ടോ. ഞാൻ സ്റ്റാർട്ടിങ്ങിലൊക്കെ ബ്രൈഡൽ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എൻ്റെ അടുത്ത് ഹുദ മാത്രം ഉണ്ടായിരുന്നത്. നല്ല കവറേജാണ്. കവറേജിൻ്റെ കാര്യത്തിൽ ബാക്കിയുള്ള എല്ലാ ഫൗണ്ടേഷനെക്കാട്ടിലും നന്നായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ ഇതാ നമ്മുടെ ലിക്വിഡ് പ്രോഡക്റ്റ്സ് എല്ലാം തന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞു. ഈ പൗഡർ ഞാൻ അങ്ങനെ തന്നെ വെക്കുകയാണ്, കാരണം ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് കേട്ടോ. ഞാൻ ഇനി ഐബ്രോസ് ചെയ്യണം. ഒന്ന് ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്യണം. ഫസ്റ്റ് കോംബ് ചെയ്ത് സെറ്റാക്കി വെക്കുക. അപ്പോൾ ഞാൻ ഇന്നലെ എൻ്റെ ഐബ്രോസൊക്കെ റേസറൊക്കെ വെച്ചിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടൊരു ഷേപ്പൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ചെയ്തതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള പാളിച്ചകളൊക്കെ ഉണ്ട്. നിങ്ങൾ റിസ്ക് എടുക്കാൻ നിൽക്കണ്ട, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പാർലറിൽ പോയി ചെയ്യാം. അപ്പോൾ നമ്മൾ ഡാർക്ക് ഷെയ്ഡ് വന്നിട്ട് ഇങ്ങനെ ഒന്നിങ്ങനെ തട്ടി കളയണേ, എല്ലാന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഫേസിലോട്ട് വീഴും. അപ്പോൾ ഡാർക്ക് ഷെയ്ഡ് വന്നിട്ട് എൻഡിൽ കൊടുക്കാൻ പോവാണ്. ഒന്ന് ഔട്ട്ലൈൻ ചെയ്യുക. ഐബ്രോസിന് മേക്കപ്പിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ തന്നെയുണ്ട് കേട്ടോ. സ്റ്റാർട്ടിങ്ങിൽ നമ്മളധികം ബ്ലാക്ക് കൊടുക്കാൻ പാടില്ല. നമ്മൾ കുറച്ച് ബ്രൗൺ കൊടുത്തിട്ട് അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കളയുക, അത്രേ ചെയ്യാവൂ. എന്നാലേ ഒരു നാച്ചുറലായിട്ട് നിൽക്കത്തുള്ളൂ കേട്ടോ. അടുത്ത ഇതാ പൗഡർ ബ്ലഷ് ഇടാൻ പോവാണ്. ഇപ്പുറത്ത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് വന്നിരിക്കുന്നുണ്ട് കേട്ടോ, ഫാത്തിമ. റെവല്യൂഷൻ്റെ തന്നെ ബ്ലഷാണ്. ദെൻ റെവല്യൂഷൻ്റെ തന്നെ ഹൈലൈറ്ററാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. കാണുന്നുണ്ടോ? ആ ഗ്ലോ കാണുന്നുണ്ടോ? ഇപ്പോൾ നമ്മളിനി ഈ എക്സ്ട്രാ ഉള്ള പൗഡറൊക്കെ ഒന്ന് തട്ടിക്കളയുവാണ്. ഇനി നമ്മൾ കണ്ണ് എഴുതിയിട്ടില്ലല്ലോ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, നല്ലൊരു ലാഷസ് എടുത്ത് വെക്കാൻ പോവാണ്. ഇത് യൂറോ പാരീസിൻ്റെ 54 എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ഇത്
ഇത് റീയൂസബിൾ ആണ്. നമ്മൾ സൂക്ഷിച്ചൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് 4-5 വട്ടമൊക്കെ യൂസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഇതിപ്പോൾ ഞാൻ 2 വട്ടം 2 ഷൂട്ടിന് യൂസ് ചെയ്തതാണ്. ഞാൻ ഇതിൽ തന്നെ വെക്കും. ഗമ്മ് വന്നിട്ട് PSCയുടെ ആണ്. അത് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു ചെറിയ സൈഡ് ഉണ്ട്. ആ ചെറിയ സൈഡ് ഇന്നർ കോണിലും വലിയ സൈഡ് ഔട്ടർ കോണിലാണ് വെക്കേണ്ടത്. ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട പോലെ കിട്ടും. സുഖമായിട്ട് വെക്കാം. അതിനുശേഷം കണ്ണടച്ചതിന് ശേഷം ഞാൻ വെക്കാൻ പോവാണ്. നമ്മൾ ലിപ് ലൈനർ വെച്ചിട്ട് ലിപ്പൊന്ന് ഇറക്കുവാണ്. ഇത് വന്നിട്ട് കളർ ബാറിൻ്റെ ലിപ് ലൈനറാട്ടോ. ഷെയ്ഡാണ് നോക്കുന്നത്, ഷെയ്ഡ് കാണുന്നില്ല. നമ്മൾ ഈ ലിപ് ലൈനർ ഒന്ന് സ്മഡ്ജ് ചെയ്യാം. ഇതും മേബ്ലിൻ്റെ ലിപ്സ്റ്റിക് തന്നെയാണ്. 170 ആണ് ഷെയ്ഡ് വരുന്നത്. മേബിലിൻ്റെ തന്നെ ലിപ് ഗ്ലോസ് ഉണ്ട്. അത് കുറച്ചിടാൻ പോവാണ്. കുറച്ചിട്ടാൽ മതി കേട്ടോ. കൈ വെച്ചിട്ട് തന്നെ സ്മഡ്ജ് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ ആകെ ബ്ലെൻഡായി പോകും. അപ്പോൾ പിങ്കും ബ്രൗണൊന്നും അറിയത്തില്ല. അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ ചെയ്യുക. ദെൻ ഞാൻ മാക്കിൻ്റെ സെറ്റിംഗ് സ്പ്രേ അടിക്കുവാണ്. ദെൻ ഹെയർ സ്റ്റൈലിംഗ് ആണ് ചെയ്യുന്നത്. അത് പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ ഹെയർ മൊത്തം ഒന്ന് കെയർ ചെയ്തിടാൻ പോവാണ്. ഇത് വന്നിട്ട് ഹീറ്റ് പ്രൊട്ടക്ഷൻ. ഇതെന്തായാലും നിങ്ങൾ ഹീറ്റ് ഉപയോഗിക്കുന്നതിന് മുമ്പ് തലയിലടിക്കുക. എത്രത്തോളം മുടി ഡാമേജ് ആവുന്നത് കുറയും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നമ്മൾ ഹെയറൊക്കെ മൊത്തം കെയർ ചെയ്തിട്ടിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഇവിടെ ഒരു സ്കാർഫ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഷൂട്ടിൻ്റെ ഔട്ട്ലുക്ക് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് ഇതിൽ കൊടുക്കാം, ആഡ് ചെയ്യാം. കണ്ടോ, ആക്സസറീസൊക്കെ ഇതാ ഇത് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഒരു റിങ്, പിന്നെ ഞാൻ ഡയലി ഇടുന്ന മാല, അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ എന്നെ ഫോളോ ചെയ്യുക. ഓക്കെ, ബൈ.